അൽ ജസീറ പുറത്തുവിടുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രയേലും അമേരിക്കയും തമ്മിലൊരു കരാർ ഒപ്പിടുകയുണ്ടായി. വെറുമൊരു കരാറല്ലായിരുന്നു അത്, ആയുധ കൈമാറ്റത്തിനുള്ള കരാറായിരുന്നു. ഇതിൽ ഏകദേശം $3.8 ബില്യൺ ചെലവ് വരുന്ന ആയുധങ്ങളാണ് അമേരിക്ക ഇസ്രായേലിന് നൽകാനായിട്ട് ഇതിൽ ഒപ്പുവെക്കുന്നത്. പ്രധാനമായിട്ടും അപ്പാച്ചി ഇനത്തിൽപ്പെടുന്ന യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിന് നൽകാൻ വേണ്ടി അമേരിക്ക തീരുമാനിക്കുകയാണ് ഉണ്ടായത്. ഈ ഒരു സമയത്ത് തന്നെയാണ് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്. ഇന്ന് രാവിലെ ഇസ്രായേൽ ഫലസ്തീൻ നടത്തിയ ആക്രമണത്തിൽ 7 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. മറ്റൊരു കാര്യം പറയുന്നത്, ഇറാൻ അമേരിക്കയുടെ ആ ഒരു അതായത് അമേരിക്ക ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഇറാൻ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നൊക്കെ വാർത്തകൾ വരുന്നു. എന്നാൽ ഈ ഒരു സമയത്ത് ഇറാൻ്റെ പല സൈനിക നേതാക്കന്മാരും തരുന്ന മറുപടി, അമേരിക്കയുടെ അതല്ലെങ്കിൽ ശത്രുവിൻ്റെ തന്ത്രം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, അത് ഏത് വിധേനയും നേരിടാൻ ഞങ്ങൾ സജ്ജരാണ് എന്ന് തന്നെയാണ് ഇറാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ഇന്നലെ പറഞ്ഞത് ഇറാൻ സമാധാന ചർച്ചയ്ക്ക് തയ്യാറാവുകയും അതിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന ഒരു നിലപാടിലേക്ക് എത്തണം എന്നാണ് ട്രംപ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഇറാൻ ഒരിക്കലും ഞങ്ങളുടെ ലക്ഷ്യം എന്താണോ അതൊരിക്കലും നടക്കില്ല, ഞങ്ങളതിന് തയ്യാറാവുകയില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ഇറാൻ ആ ഒരു നിലപാടിൽ തന്നെയാണ് ഉറച്ചിട്ടുള്ളത്. കാരണം എന്ത് തന്നെ ഭീഷണികൾ അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഇസ്രായേലിൻ്റെ ഭാഗത്തു വന്നു കഴിഞ്ഞാലും അതിനെല്ലാം നേരിടാൻ ഞങ്ങൾ തയ്യാറാണെന്നും അതല്ല ഞങ്ങൾ വേണ്ടി വന്നാൽ തിരിച്ചടിക്കാൻ വരെ റെഡിയാണ് എന്നുള്ള തരത്തിലാണ് പല ഇറാനിയൻ നേതാക്കന്മാരും, അതായത് ഇറാൻ്റെ ഭാഗത്തുള്ള മറുപടി അത്തരത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്.